ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു. പിന്നെ അവർ അറിയാതെ തന്നെ വേറെ കുറേ പോസ്റ്റ് ഇട്ട് ചിലവരത് മനഃപൂർവ്വം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നവരുണ്ട്, എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് എന്താ? ഇതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഇത് രണ്ട് രീതിയിലല്ല. ഈ ഒഫൻസിന്റെ ഗ്രീവിയൻസ് ഇല്ലെങ്കിൽ അതിന്റെ ഫേസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അയാളുടെ പേരിൽ ക്യാഷ് മേടിക്കുന്ന പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതുണ്ട്. അത് ആ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള സബ്ജക്റ്റ് മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഒഫൻസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം സെയിം മെത്തേഡ് തന്നെ. ഇത് വരുന്നു, നമ്മൾ ഓൺലൈനായിട്ടുള്ള ഈ കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യുന്ന രീതി. അതെ, 1930 ആണ്. സൈബർ സെല്ലിൽ നമുക്കും പോലീസ് സ്റ്റേഷനും വഴി നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒഫൻസ് വരുന്നത് എന്താണോ ഇഷ്യൂ സംഭവിച്ചത്. ഇപ്പോൾ ചിലപ്പോൾ മോർഫിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇത് IT ആക്ട് പ്രകാരവും, എല്ലാത്തിലും IT ആക്ട് മെയിൻ ആയിട്ട് വരുന്നതാണ്. IT ആക്ട് പ്രകാരവും BNS ആക്ട് പ്രകാരവും വരുന്ന ഒഫൻസുകൾ ചാർജ് ചെയ്തിട്ട് പ്രതിക്കെതിരെ കേസ് എടുക്കും.